തിരുവനന്തപുരത്ത് നെട്ടയത്ത് സ്കൂൾ ബസ്സിൽ വിദ്യാർത്ഥികൾ തമ്മിൽ കത്തിക്കുത്ത് നടന്നു. +1 വിദ്യാർത്ഥി 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ കുത്തി. പരിക്കേറ്റ വിദ്യാർത്ഥി ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഉമേഷ്, വിദ്യാർത്ഥികൾക്കിടയിൽ ഇത് മുൻവൈരാഗ്യമാണ് കത്തിക്കുത്തിന് കാരണം എന്നുള്ള വിവരവും വരുന്നു. എന്താണ് ഈ കുട്ടികൾക്കിടയിൽ ഇങ്ങനെ ഉണ്ടായത്? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഏകദേശം 3:30 ക്ലാസ് കഴിഞ്ഞു. ക്ലാസ് കഴിഞ്ഞ ശേഷം ഈ ഒരേ ഭാഗത്തേക്ക് പോകുന്ന സ്കൂൾ ബസ്സിൽ ഇരുവരും കയറിയിരുന്ന ശേഷമാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ +1 വിദ്യാർത്ഥി കത്തികൊണ്ട് കുത്തിയത്. ഇത് ലാബ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കത്തിയാണ്. ഇത് നേരത്തെ തന്നെ കയ്യിൽ കരുതിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കുത്തേറ്റ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് പ്രാഥമികമായി ഡോക്ടർമാർ പരിശോധിച്ച ശേഷം അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഗുരുതരാവസ്ഥയിലൊന്നുമല്ല കുട്ടി. പക്ഷേ കുട്ടിക്ക് സ്കൂൾ ബസ്സിൽ വെച്ച് കുത്തേറ്റിരിക്കുന്നു. +1 വിദ്യാർത്ഥിയെ ഇപ്പോൾ വട്ടിയൂർക്കാവ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. രണ്ടുപേരും മൈനറാണ്, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയില്ല. സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് രണ്ടുപേരും ഒരേ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. എന്തായാലും കുട്ടിയെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇനി ഗുരുതരമല്ല എങ്കിലും ഏതെങ്കിലും രീതിയിൽ ആന്തരിക അവയവങ്ങൾക്കോ മറ്റോ ഈ കുത്തേറ്റത് ബാധിച്ചിട്ടുണ്ടോ തുടങ്ങി പരിശോധനകളെല്ലാം നടത്തേണ്ടത്. എന്തായാലും മെഡിക്കൽ കോളേജിൽ ചികിത്സ പുരോഗമിക്കുന്നുണ്ട്. ഏകദേശം 3:30 ഈ സംഭവം നടക്കുന്നത്. എന്തായാലും സ്കൂൾ ബസ്സിൽ മറ്റു കുട്ടികളും ഉണ്ടായിരുന്നു. എന്തായാലും അവരുടെ എല്ലാം ഇടപെടൽ കൊണ്ട് കൂടുതൽ വലിയ ആക്രമണത്തിലേക്ക് പോയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സ്മിത, ഉമേഷ്, ഈ 14ഉം 16ഉം വയസ്സുള്ള വിദ്യാർത്ഥികളായിരിക്കുമല്ലോ 9ാം ക്ലാസ് +1 എന്നൊക്കെ പറയുന്നത്. ഇവർക്കൊക്കെ ഇത്രയും വലിയ ആക്രമണമൊക്കെ നടത്താൻ മാത്രം മുൻവൈരാഗ്യം എന്താണ്? മാത്രമല്ല, ആ ലാബിൽ കൊണ്ടുവന്ന കത്തിയെടുത്ത് കൊണ്ടുവരണമെങ്കിൽ അത് ഒരു ആസൂത്രിതം കൂടി ആയിരിക്കില്ലേ? തീർച്ചയായും മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ സ്കൂളിൽ വെച്ച് തന്നെ നേരത്തെ തർക്കമുണ്ടായിരുന്നു. അതിനുശേഷം സ്കൂൾ ബസ്സിൽ ഒന്നിച്ചു പോയപ്പോഴെല്ലാം തർക്കമുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ നേരത്തെ തന്നെ തീരുമാനിച്ച പ്രകാരം സ്കൂൾ ബസ്സിൽ കയറി കുത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തീരുമാനിച്ച പ്രകാരം കയ്യിൽ ഈ ലാബിലെല്ലാം ഉപയോഗിക്കുന്ന കത്തി നേരത്തെ തന്നെ ഈ +1 വിദ്യാർത്ഥി കയ്യിൽ കരുതി സ്കൂൾ ബസ്സിനകത്ത് കയറി, സ്കൂൾ വിട്ട ശേഷം സ്കൂൾ ബസ്സിനകത്ത് കയറിയാണ് ഈ ഒരു അക്രമം നടത്തിയിരിക്കുന്നത്. എന്തായാലും വൈരാഗ്യമാണ് ഇത്തരത്തിൽ കത്തിക്കുത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസും പ്രാഥമികമായി പറയുന്നത്. സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ട് കൂടുതൽ അവരുടെ വിശദീകരണത്തിലേക്ക് ലഭിച്ചില്ല എങ്കിലും പ്രാഥമികമായി പ്രദേശവാസികളിൽ നിന്നുമെല്ലാം മനസ്സിലാക്കുന്നതാണ് ഇവർ തമ്മിൽ നേരത്തെ തന്നെ വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരുപക്ഷെ കുറച്ച് ദിവസമായി ഇവർ തമ്മിലുള്ള തർക്കമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതേ തുടർന്നാണ് ഇത്തരമൊരു കത്തിക്കുത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്നാണ് പറയുന്നത്. എന്തായാലും 9ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് കുത്തേറ്റിരിക്കുന്നത്. കുത്തേറ്റ കുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഉടൻ തന്നെ മാറ്റുകയും ചെയ്തു. സ്കൂൾ ബസ്സിൽ മറ്റു കുട്ടികളും എല്ലാം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാനും കഴിഞ്ഞു. എന്തായാലും തുടർ അന്വേഷണം നടത്തേണ്ടതുണ്ട്. കുട്ടി ഈ കത്തിയെടുത്ത് കുത്തിയ കുട്ടിയും 18 വയസ്സിന് താഴെയുള്ള കുട്ടിയാണ്. എന്തായാലും പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട്. തുടർ ആലോചനകൾക്ക് ശേഷം മാത്രമേ പോലീസും നടത്തുകയുള്ളൂ. നേരിട്ട് ഈ കുട്ടിയെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതെല്ലാം നടപടിക്രമങ്ങൾ അങ്ങനെയല്ല. മൈനറായ കുട്ടിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ചില നടപടിക്രമങ്ങളെല്ലാം ഉണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇനിയും ഈ കസ്റ്റഡിയിൽ എടുത്തിട്ടേ ഉള്ളൂ. എന്തായാലും പോലീസ് തൊട്ടടുത്ത് തന്നെയാണ്, ഏകദേശം ഒരു 2 കിലോമീറ്റർ അടുത്ത് തന്നെയാണ് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനും. തുടർന്ന് തന്നെ പോലീസ് എത്തി കുട്ടിയെ കസ്റ്റഡിയിൽ എടുത്തു. ഈ കുത്തേറ്റ കുട്ടിക്കും ഭാഗ്യത്തിന് അല്ലെങ്കിൽ വലിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സ്മിത, ഇതിലെന്താണ് ഈ മുൻവൈരാഗ്യത്തിന് കാരണമെന്നത്? സഹപാഠികൾക്ക് എന്തെങ്കിലും കാരണം അറിയാമോ? മുൻപ് ഇവർ തമ്മിൽ എന്തെങ്കിലും വാക്കുതർക്കമോ വഴക്കോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ ഉമേഷ്? സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്ന സാധാരണ സീനിയർ ജൂനിയർ തർക്കമാണ് എന്നാണ് വിദ്യാർത്ഥികളിൽ നിന്ന് പ്രദേശവാസികൾ മനസ്സിലാക്കിയത് പറഞ്ഞത്. അതായത് സാധാരണ സ്കൂൾ കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന ജൂനിയർ സീനിയർ കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന സാധാരണ തർക്കമാണ്. ആ തർക്കമാണ് ഇത്രത്തോളം രൂക്ഷമായ ഒരു കത്തിക്കുത്തിലേക്ക് വരെ എത്തിയിരിക്കുന്നത്. അതിന് ഒരു അത്തരത്തിൽ വലിയൊരു മാനം നൽകേണ്ടതില്ല ഈ തർക്കത്തിന്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരുപക്ഷെ കൃത്യമായി ഇതിൽ അധ്യാപകരോ മറ്റോ ഇടപെട്ട് ആദ്യമേ തന്നെ ഇതിലൊരു സമവായത്തിൽ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ദാരുണമായ സംഭവത്തിലേക്ക് നയിക്കില്ലായിരുന്നു. എന്തായാലും ഒരു +1 വിദ്യാർത്ഥി 9ാം ക്ലാസ്സുകാരനെ കുത്തിയിരിക്കുന്നു. ഇതിൽ പ്രാഥമികമായി മനസ്സിലാക്കുന്ന നേരത്തെ പറഞ്ഞതുപോലെ ജൂനിയർ സീനിയർ അവർക്ക് ഈ സാധാരണ സീനിയർ വിദ്യാർത്ഥികളെ ബഹുമാനിക്കാതെ അല്ലെങ്കിൽ സീനിയർ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ആ സംസാരത്തെ തുടർന്ന് ഉടലെടുത്ത ഒരു തർക്കമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും തുടരന്വേഷണം പോലീസ് നടത്തേണ്ടതുണ്ട്. എന്തായാലും ആശ്വാസകരമായ കാര്യം കുത്തേറ്റ വിദ്യാർത്ഥിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്. അതുതന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസം. എന്തായാലും ഉടൻ തന്നെ അധ്യാപകരും മറ്റ് വിദ്യാർത്ഥികളും ഇടപെട്ട് കുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക്
ആശുപത്രിയിലേക്ക് എത്തിക്കുകയും പ്രാഥമിക ചികിത്സ നൽകുകയും ചെയ്തു. ആഴത്തിലുള്ള മുറിവല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ ആഴത്തിലുള്ള മുറിവല്ല, അതുകൂടാതെ വലിയ അപകടകരമായി മാറുന്ന മുറിവുമല്ല എന്നാണ് പ്രാഥമികമായി ഡോക്ടർമാർ പറയുന്നത്. എന്തായാലും ഇനി പോലീസ് അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. ഇതിൽ തുടർ നടപടികൾ പോലീസ് എടുക്കേണ്ടതുണ്ട്. അധ്യാപകരുടെയും ഈ സ്കൂളിൻ്റെയും പേരിൽ ഏതെങ്കിലും രീതിയിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതും വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ നമുക്ക് അന്വേഷിച്ച് പുറത്തെത്തിക്കേണ്ടതാണ്. എന്തായാലും പ്രാഥമികമായി കിട്ടുന്ന വിവരം ഇതാണ്. ഏകദേശം 3:30 ക്ലാസ് വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന കുട്ടിയെ ഈ കുട്ടി നേരെ സ്കൂളിൻ്റെ തന്നെ സ്കൂൾ ബസ്സിലേക്ക് കയറുന്നു. ബസ്സിലേക്ക് കയറിയ കുട്ടിയെ പിന്നാലെ ഈ +1 വിദ്യാർത്ഥി തിരിച്ചെത്തുകയും പിന്നാലെ ലാബിൽ ഉപയോഗിച്ചിരുന്ന കത്തിയെടുത്ത് കുത്തുകയും ചെയ്തു. അതിനു മുമ്പ് ചെറിയ വാക്കുതർക്കം അവിടെ വെച്ചുമുണ്ടായി. അതിനുശേഷമാണ് ഈ കത്തിയെടുത്ത് കുത്തുന്നത്. അപ്പോൾ തന്നെ മറ്റ് വിദ്യാർത്ഥികളുമെല്ലാം ഈ കാര്യങ്ങൾ പെട്ടെന്ന് അവർ പാനിക്കാവുകയും ഉടൻ തന്നെ അധ്യാപകരും ഈ സ്കൂൾ ബസ്സിലെ ജീവനക്കാരും ഇടപെടുകയും ചെയ്തു. അതിനുശേഷം കുത്തേറ്റ കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. ഈ കുത്തിയ കുട്ടിയെ പോലീസ് വരുന്നവരെ തടഞ്ഞു വയ്ക്കുകയും പോലീസ് അപ്പോൾ തന്നെ കസ്റ്റഡിയിലെടുത്ത് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഒരു ചെറിയൊരു തർക്കം, അല്ലെങ്കിൽ സീനിയർ ജൂനിയർ എന്നുള്ള തർക്കം ഒരു കത്തിക്കുത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത് ഒരുപക്ഷെ കൃത്യമായി ഇടപെട്ട് ഒരു പരിഹാരത്തിലേക്ക് ഒരുപക്ഷെ ബാലകൃഷ്ണനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്.